Yeehaw! What's your name? Jana. Jana. Nice Your to name? meet you. Wi-Fi. Wi-Fi. Uzi Connect. Wi-Fi? Wi-Fi. Uzi Connect. This is my nickname. Okay. What's your real name? Rename Abdullah. Abdullah. Yes. നല്ല പേരും വെച്ചിട്ട് Nice to meet you. അങ്ങനെ വയറില ചൈത്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം എൻ്റെ മോൻ. എനിക്ക് കരഞ്ഞിട്ട് ആരടുത്തും ഇത് പറയാൻ വേണ്ടിയിട്ടൊട്ടും ആഗ്രഹമില്ല. ഞാൻ ആർക്കും ഇതുപോലത്തെ അവസ്ഥ വരാതിരിക്കട്ടെ. എസ്പെഷ്യലി ട്രാവലിങ്ങിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചെൻ്റെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തില്ല. ജക്കിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഒറ്റയ്ക്ക് സോളോ ട്രിപ്പിനായിട്ട് പോയിട്ടുണ്ടായിരുന്ന ജോർദാനിലേക്ക് പോയതാണ് പെട്രോ കാണാനായിട്ട്. അപ്പോൾ ജന്ന ഷെസ്മിൻ എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ് പോയത്. അതായത് പുള്ളിക്കാരത്തേക്ക് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ലോക അത്ഭുതങ്ങളൊക്കെ കാണുന്ന ഒരു വ്ളോഗുകളാണ് പുള്ളിക്കാരത്തിയുടെ. അപ്പോൾ ഈ പെട്രോ കാണാൻ വേണ്ടിയിട്ടാണ് ആൾ പോയത്. അപ്പോൾ ജോർദാനിൽ എത്തിയതിന് ശേഷം പുള്ളിക്കാരത്തി സെക്ഷുവലി അബ്യൂസ്ഡായി. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ആര് ജോർദാനിൽ പോയാലും കറക്റ്റായിട്ട് നമുക്ക് എത്തിപ്പെടാവുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ 4 മണിക്കൂർ ഒന്നില്ലെങ്കിൽ വാക്ക് ചെയ്യണം, നടക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ബാംഗ്ലൂർക്ക് ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്, അതുപോലെ വാഹനങ്ങളുണ്ട്. ആ വാഹനത്തിൽ കയറുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റായിട്ട് ആ പെട്രോളിൻ്റെ മുന്നിൽ അവർ കൊണ്ടുപോയി ഇറക്കും. ഓക്കെ, അപ്പോൾ അതിന് 15 ദിനാർ അങ്ങനെ എത്രയൊക്കെ രൂപയാണ് അതിന് ചിലവ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അവർ തിരിച്ചും കൊണ്ടാക്കി തരും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ഫാൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കണം. പൈസ ഇല്ലാത്തവർക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകൾ കുറേ ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊന്നും കാണാൻ വേണ്ടിയിട്ട് ഈ വണ്ടി നിർത്തി തരത്തില്ല. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിനകത്ത് ഫാൾട്ടായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ജന്ന തിരഞ്ഞെടുത്ത വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ വാക്കാണ്. അപ്പോൾ നടക്കുക എന്നുള്ളതാണ്. അവിടെ എത്തിയതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് നടക്കുക. അങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഗൈഡ് പുള്ളിക്കാരത്തിയോട് ചോദിക്കും, ആൾ വഴി കാണിക്കാൻ വരണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ പുള്ളിക്കാരത്തി വേണ്ട, പൈസയുടെ കുറവുണ്ട്, അപ്പോൾ അത് വേണ്ട എന്നൊക്കെ പറയും. അങ്ങനെ പുള്ളിക്കാരത്തി നടക്കാണ്. പിന്നെ പുള്ളിക്കാരത്തിൻ്റെ വ്ളോഗ് അസാധ്യ വ്ളോഗായിരുന്നു, നല്ല വ്ളോഗാണ്. നമ്മൾ ജോർദാനിലെ അത്രയും കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് വിഷ്വലി കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി ക്യാമറ ഓഫാക്കൽ തന്നെ വളരെ കുറവാണ്, ഫുൾ ടൈം ക്യാമറ ഓണാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു 5000-6000 വർഷം പഴക്കമുള്ള കുറേ ഗുഹകളും കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറകൾ തുറന്നിട്ടാണ് ഈ ഒരു സംഭവം വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പെട്രോ നമുക്ക് മുന്നിൽ വിസിബിൾ ആവുന്നതിന് മുമ്പായിട്ട് 2 പാറയിടുക്കിലൂടെ ഒക്കെ നടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ തിരഞ്ഞെടുത്ത വഴി കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ബൈ വാക്ക് ആയാലും അതിൽ കൂടെ ആൾ നടമാട്ടം ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, പുള്ളിക്കാരത്തിൻ്റെ ആ വ്ളോഗൊന്ന് ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം, ഒന്ന് നോക്കി നോക്കാം. ഈ ഒരു വഴി നമ്മൾ വന്നിട്ടുള്ളത് എങ്ങോട്ടാ തിരിയേണ്ടതെന്ന് അറിയാഞ്ഞിട്ടാണ് കേട്ടോ. നടന്ന് തളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് ഇരിക്കാം. എൻ്റെ കാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചത്തെന്ന് പറയുമ്പോൾ കാലിൻ്റെ വിരലിൻ്റെയൊക്കെ സൈഡൊക്കെ മരിച്ച് ഏറ്റിരിക്കുന്ന ഷൂ ഉണ്ടോ, ഫോട്ടോയ്ക്ക് നല്ല ഭംഗി കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാ. ആ ഒരു കാറാണ് ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് എത്തിക്കും അവർ. പക്ഷേ വഴിയിലൂടെയുള്ള കാഴ്ചകളൊന്നും കാണാൻ വേണ്ടിയിട്ട് അവർ നിർത്തി തരത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം ഭയങ്കര ഒരു ഫാൾട്ടാണ്. ഇപ്പോൾ നമ്മൾ വ്ളോഗ് എടുക്കാൻ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്രോളുടെ മാത്രം വിഷ്വലേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ബാക്കി നമ്മളിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ക്യാമറ ഓണാക്കി വയ്ക്കുമ്പോഴുള്ള കിട്ടലുകൾ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കതൊന്നും കാണിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ പുള്ളിക്കാരത്തി വ്ളോഗ് എടുക്കുകയാണല്ലോ, അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ഡീറ്റെയിൽ ചെയ്തിട്ട് വിഷ്വലി നമുക്ക് കാണിച്ചു തരാനുള്ള ഒരു ഇതിലും കൂടിയാണ് ആള് നടന്നത്. ഇതാണ് പെട്രോ. ഓക്കെ, ഇതിന് ശേഷം പുള്ളിക്കാരത്തി ഒരു ഗാലറി കാണാൻ പോകും. അതായത് 10,000-10,000 പേർക്ക് ഇരുന്ന് കാണാൻ സാധിക്കുന്ന 5000 വർഷം മുമ്പ് പണി കഴിച്ചിട്ടുള്ള ഒരു ഗാലറി. അത് റോമാക്കാർ ഇത് കൈയടക്കിയപ്പോൾ അവർ പണി കഴിപ്പിച്ചതാണെന്നാണ് പുള്ളിക്കാരത്തി തന്നെ ആ വ്ളോഗിനകത്ത് പറഞ്ഞത്. പിന്നെ ധാരാളം ശവകുടീരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഏതാണ്ട് ഒരു പയ്യൻ അവൻ ഒരു ഗൈഡിൻ്റെ പോലെ കൂടെ കൂടും. അതിനുശേഷം പുള്ളിക്കാരത്തിക്ക് ഒരു ഷോർട്ട് കട്ട് കാണിച്ചു കൊടുക്കുകയാണ് അവൻ. അങ്ങനെ ആ ഷോർട്ട് കട്ടിലൂടെ നടന്നതിന് ശേഷം ആൾക്ക് കാലിന് വയ്യാണ്ടാവുമ്പോൾ പോവാൻ, അതായത് നടക്കാൻ വയ്യാതാവുമ്പോൾ ഇവൻ തന്നെ ഒരു കഴുതേനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് 10 ദിനാറാണ് ഇവൻ ഏർപ്പാടാക്കുന്നത്.
ഓക്കെ. അപ്പം ആദ്യം ആ കഴുതപ്പുറത്ത് ഇവൾ ഒറ്റയ്ക്കാണ് പോയിരുന്നത്. ഒറ്റയ്ക്ക് പോകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഒറ്റയ്ക്കാണ് നടന്നത്. അപ്പോൾ ആ പുള്ളിക്കാരത്തി അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പം നിങ്ങളെങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ അവൻ ബൈ വാക്ക് എന്നാണ് പറയുന്നത്. പിന്നത്തെ വിഷ്വലിൽ നമ്മൾ കാണുന്നത് ഇവളുടെ പുറകിലിരിക്കുന്നതാണ്. ഓക്കെ. പിന്നെ പുറകിലിരിക്കുമ്പോൾ ഇവളോട് മോശമായിട്ടുള്ള എന്തോ ബാഡ് ടച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, നമുക്കതൊന്നും വിഷ്വലി കാണിക്കുന്നില്ല. പക്ഷേ ആ പുള്ളിക്കാരത്തിയുടെ ഫേസിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നു ഫേസും കാര്യങ്ങളും. പിന്നെ അതിനകത്ത് അവനോട് പേര് ചോദിക്കും. അതായത് ഇവള് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവർ പരിചയപ്പെട്ടിട്ട് പേരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴുതപ്പുറത്തിരുന്നിട്ടാണ് പേര് ചോദിക്കുന്നത്. അപ്പോൾ പേര് ചോദിക്കുമ്പോൾ ഇവൻ പേര് പറയും. ഇവളോട് പേര് ചോദിക്കുമ്പോൾ ഇവള് ജന്ന എന്ന് പറയും. അവനോട് പേര് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ പുസ്സി കണക്റ്റഡ് എന്നാണ്. ഓക്കെ. അത് നിക്ക് നെയിമാണെന്നാണ് അവൻ പറയുന്നത്. അത് ആ പേരിൽ തന്നെ നമുക്കറിയാം അത് ഡബിൾ മീനിങ് ആണെന്നുള്ള കാര്യം. ഓക്കെ. അപ്പം നമുക്ക് ആ ഒരു സംഭവം ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട്. Yeehaw! What's your name? Jannah. Jannah. Nice Your to name? meet you. Wi-Fi. Uzi Connect. Wi-Fi? Wi-Fi. Uzi Connect. This is my nickname. Okay. What's your real name? Rename Abdullah. Abdullah. നല്ല പേരും വെച്ചിട്ട് അങ്ങനെ വയറിൽ ചൈത്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം. അതിൻ്റെ മോൻ വേറെ വഴിയില്ല എനിക്ക്. വരിക്കണമെങ്കിൽ ഞാൻ ചേട്ട് വിളിച്ചാണ്. പുള്ളിക്കാരൻ കൈ കൊണ്ട് ഇങ്ങനെ ചങ്ങല വലിക്കുന്നതാണ് കാണിക്കുന്നത്. ബട്ട് എന്താണ് അവിടെ നടന്നതെന്നുള്ളത് നമുക്ക് യാതൊരു വക വിഷ്വലി അത്ര ക്ലിയർ അല്ല. സോ അവിടെ എന്താണ് നടന്നതെന്ന് നമുക്കറിയാനും സാധിക്കില്ല. പുള്ളിക്കാരൻ പറഞ്ഞത് ഭയങ്കര റോങ് ആണ്. അവൻ പറഞ്ഞത് തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ ചെറ്റത്തരമാണ്. ഒരു പേര് ചോദിക്കുമ്പോൾ പേര് പറയുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള പേരാണ് പറഞ്ഞത്. അവനും മനസ്സിലാവും, ആ പരനാറിക്ക് മനസ്സിലാവും, അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ആ ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും ഇല്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അവൻ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവന് അത്രയും പരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവനാണ് അവിടുത്തെ ഒരു രാജാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഇവള് അവൻ്റെ ഹെൽപ്പ് ചോദിച്ചിരിക്കുകയാണ്. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത്രയും അവനെ അറ്റാക്ക് ചെയ്യാനായാലും അവനോട് എതിർക്കാനായാലും അതിനുള്ളൊരു തൻ്റെ ഇടവും ധൈര്യമൊക്കെ നമുക്കവിടെ വേണം. അല്ലാത്ത പക്ഷം നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ദുർബലയാണ്. ഓക്കെ. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ഇതിനൊരു വിശദീകരണം ആൾ തരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ്. ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം. ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന വഴി ഒരിക്കലും ആരും തിരഞ്ഞെടുക്കരുത്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ ഒരു വഴി നമ്മൾ തിരഞ്ഞെടുക്കരുത്. നമ്മൾ എത്ര ധൈര്യശാലി ആയാലും, നമ്മൾ ഒരുപാട് കൺട്രിയിൽ പോയിട്ടുള്ള ഒരാളാണെങ്കിലും, നമ്മൾ സോളോ ട്രിപ്പാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഒരാളുടെ വാക്കും കേട്ടിട്ട്, അതും മുൻപരിചയം ഇല്ലാത്ത ഒരാൾ, അതായത് ഇപ്പോൾ ഈ സമയത്ത് കണ്ട് പരിചയപ്പെട്ട ഒരാളുടെ വാക്കും കേട്ടിട്ട് അവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് എന്നും പറഞ്ഞിട്ട് ആ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് പറ്റാവുന്ന പറ്റുകൾ ഒരുപാട് ഇപ്പം ഇതുപോലത്തെ തന്നെ അവസ്ഥയായിരിക്കും. നമ്മൾ ഒരിക്കലും ഈ ഒരു വഴി നമ്മൾ തിരഞ്ഞെടുക്കരുത്. നമ്മൾ ഒരിക്കലും ഷോർട്ട് കട്ട് തിരഞ്ഞെടുക്കരുത്. പൈസ ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ ആൾക്കാർ പോകുന്ന ശരിയായ വഴിയിലൂടെ നമ്മൾ തിരികെ എത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പം ഈ ജന്ന അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം എന്താ, അതിലൂടെ ആൾക്കാർ ഡെയിലി പോകുന്ന, അതായത് അത്രയും ടൂറിസ്റ്റുകാർ പോകുന്ന സ്ഥലമാണ്. ഓക്കെ. അതുപോലെ തന്നെ റിട്ടേണും ആ വഴിയിലൂടെ തന്നെ വന്നിരുന്നെങ്കിൽ ഇവൾക്ക് ചിലപ്പോൾ ഈ ഒരു അനുഭവം അവിടെ കിട്ടുമായിരുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു വഴി ഒരിക്കലും തിരഞ്ഞെടുക്കാതിരിക്കുക എന്നുള്ളൊരു ഗുണപാഠമാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ ഇതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് കമൻസുകളും ഈ വ്ളോഗിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ കുറച്ച് കമൻസ് ഞാനിവിടെ വായിക്കുന്നുണ്ട്.
നമുക്ക് നോക്കാം. എല്ലാം സബ്സ്ക്രൈബിനും ലൈക്കിനും വേണ്ടി, പിന്നെ റീച്ചാക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇത്ര കഷ്ടമാണെങ്കിൽ പിന്നെ എന്തിന് ഇതിന് മുതിർന്നു? വല്ലവൻ്റെയും കൂടെ കയറിയിരുന്നിട്ട് മൂങ്ങുന്നു. യാത്രയ്ക്ക് ശേഷം അവിടെ പരാതി കൊടുത്തൂടെ? വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകാതിരിക്കുക. അതുകൊണ്ട് സോളോ റൈഡ് ഇത് അനുഭവിക്കേണ്ടി വരും. ജാഗ്രത പാലിക്കുക. സോളോ റൈഡ് ഗൈസ്. ഓക്കെ, പിന്നെ കണ്ടൻറ്റ് കിട്ടിയല്ലോ, ഇതുവഴി ഇനി റീച്ച് കിട്ടി. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് ഇവൾക്ക് ഇപ്പോൾ ഈ ജന്ന ഈ ഇട്ട വ്ളോഗിന് താഴെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അവിടെ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് അവിടെ കുറേ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മുടെ കയ്യിൽ പണം വേണം, ആവശ്യമാണ്. ഇപ്പോൾ ഈ കുട്ടി പറയുന്നതനുസരിച്ചാണെങ്കിൽ കുട്ടിയുടെ കയ്യിൽ പൈസയില്ല. അത് പലവട്ടം ആ വ്ളോഗിനകത്ത് തന്നെ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ആ പൈസ ഇല്ലാത്ത ഒരാൾ ഇവിടെ കംപ്ലൈൻറ്റ് കൊടുത്ത് അത് അന്യ നാട്ടിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മുൻകരുതൽ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സോളോയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മുൻകരുതൽ എടുക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളതും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും. അതൊരു പ്രോ ലെവലിൽ നമ്മൾ മുൻകരുതൽ എടുക്കണം. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്തൊരു കുട്ടി എന്തിന് ഷോർട്ട് കട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു 5 ദിനാർ ലാഭിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ട് ഇത്തരം മോശം സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം മോശം സംഭവങ്ങൾ ഒരു കുട്ടിക്ക് ഉണ്ടായാൽ തന്നെ അത് പങ്കുവച്ചാലും റിയൽ ഏതാ ഫേക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ദീപക്കിൻ്റെ ഇഷ്യൂ ആണ് പറയുന്നത്, ബസ്സിലെ സംഭവം, പിന്നെ അതിനു മുമ്പ് വേറെ ബസ്സിലെ സംഭവം. അപ്പോൾ ഇതൊക്കെ തന്നെ കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഇങ്ങനത്തെ കമൻറ്റുകൾ തന്നെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, എങ്ങനെ ഇപ്പോൾ അവിടുന്ന് ഒരു ആളെ തിരഞ്ഞെടുത്തു, ആ ആളെ കൊണ്ട് ഇങ്ങനെ ഒരു ഡയലോഗ് പറയിപ്പിച്ചു. ഓക്കെ, അങ്ങനത്തെ പേര് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഉത്തരം പറയണം, അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് വാക്കാം. അപ്പം അങ്ങനെയും ചിന്തിക്കും ആൾക്കാർ. ചിന്തിക്കാനുള്ള കാരണം ഇവിടെ മുന്നേ നടന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് റിയൽ ഏതാ ഫേക്ക് ഏതാന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. യൂട്യൂബ് എന്ന് പറയുന്നത് കണ്ടൻറ്റുകൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും, യൂട്യൂബർമാർ കണ്ടൻറ്റുകൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള ഘട്ടത്തിലേക്ക് വന്ന സ്ഥിതിക്കാണ് ഇപ്പോൾ ആൾക്കാർ ഇങ്ങനത്തെ കമൻറ്റുകൾ ഇടാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി റൂമിലെത്തിയിട്ട് ആള് പറയുന്ന കാര്യങ്ങളുണ്ട്, അതൊന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. എനിക്ക് കരഞ്ഞിട്ട് ആരടുത്തും ഇത് പറയാൻ വേണ്ടിയിട്ടൊട്ടും ആഗ്രഹമില്ല. ഞാൻ ആർക്കും ഇതുപോലത്തെ അവസ്ഥ വരാതിരിക്കട്ടെ, എസ്പെഷ്യലി ട്രാവലിങ്ങിനിടയിൽ. ഞാനൊരു കാര്യം ഉറപ്പിച്ചെൻ്റെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തില്ല. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പം നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മളിപ്പോൾ പുള്ളിക്കാരത്തി ഇവിടെ ഒരു തീരുമാനം എടുത്തു, ഞാനിനി എവിടേക്ക് പോവുകയാണെങ്കിലും ഒറ്റയ്ക്ക് പോവില്ല എന്നാണ് ആ പുള്ളിക്കാരത്തി പറയുന്നത്. ഓക്കെ, ഇനി കണ്ടറിയാം, നമ്മളിനി മുന്നോട്ടുള്ള വ്ളോഗിലൂടെ നമുക്കത് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിലെന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.